മുസ്ലിം ആണെങ്കിൽ മലപ്പുറമാണ് അല്ലെങ്കിൽ കോഴിക്കോടായിരിക്കും നമ്മൾ തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ജവാന് ഷാരൂഖ് ഖാന് മികച്ച നടനുള്ള അവാർഡ് കിട്ടി. ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് കിട്ടുമ്പം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ആസ് എൻ ആക്ടർ അദ്ദേഹത്തിന് ഇൻസൾട്ടിങ് പോലെ തന്നെയാണ്. എടി അതിലൊരു ഡയലോഗില്ലേ, മറ്റേ എൻ്റെ പേര് ശാലിനി ഉണ്ണികൃഷ്ണൻ ഫ്രം തിരുവനന്തപുരം, അങ്ങനെ ഡയലോഗില്ലേ. വേറെ ഡയലോഗ് ഉണ്ട്, ഓ ഞാൻ എന്തൊരു മണ്ടിയ, അങ്ങനെ ഡയലോഗില്ലേ. ഞാൻ പറഞ്ഞുതരാം, ഇത് മറ്റേ സന്തോഷ് ഇങ്ങനെ പറയാറില്ലേ, ആമസോൺ വനാന്തരങ്ങളിൽ പോലും കാണപ്പെടാത്ത ചില പ്രത്യേക രീതിയിലുള്ള ഭാഷയാണിത് സംസാരിക്കുന്നത്. അങ്ങനത്തെ ഒരു മലയാളം ഇത് വേറെ പേര് ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഓക്കെ, മിടി പിടിക്കാം. ഇത്തവണത്തെ നാഷണൽ അവാർഡ് നിങ്ങൾ വരെ കേട്ടല്ലോ അല്ലേ. അതിൽ എല്ലാ സിനിമയൊന്നും ഞാൻ പറഞ്ഞില്ല, ചില സിനിമകൾ അത് പറഞ്ഞേ പറ്റുള്ളൂ. അതിൽ ഒന്നാമത്തെയാണ് കേരള സ്റ്റോറി. ഈ കേരള സ്റ്റോറി കിട്ടിയത് ബെസ്റ്റ് ഡയറക്ഷനും ബെസ്റ്റ് സിനിമാറ്റോഗ്രഫിയാണ്. ഇതിനെ പൊളിറ്റിക്സും പ്രൊപ്പഗൻഡയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അതെല്ലാവരും പറയുന്നതാണ്. ആസ് എൻ ആർട്ട് ഫോം ഈ സിനിമ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഓടുന്ന ആൾക്ക് ഫസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് എക്സാം എഴുതി പാസ്സാവുന്നവർക്ക് ഫസ്റ്റ് കൊടുക്കുക, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. പക്ഷേ സിനിമേനെ അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോമിനെ നമുക്ക് തന്നെ ജഡ്ജിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓരോരുത്തർക്കും ഓരോ ഗൈഡ് ലൈൻസ് ആയിരിക്കും. എന്നിരുന്നാൽ കൂടെയും ആസ് എൻ ആർട്ട് ഫോം ബേസിക്കായിട്ട് അത് അതിൻ്റെ കലയോട് കാണിക്കേണ്ട റെസ്പെക്റ്റ് ഉണ്ട്, ഒരു വാല്യൂ ഉണ്ട്. ബെസ്റ്റ് ഡയറക്ഷൻ തന്നെ എടുക്കാം. എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സിനിമയ്ക്ക് ബെസ്റ്റ് ഡയറക്ഷൻ കൊടുത്തത് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഡയറക്ഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി അതിലുള്ള കാസ്റ്റിനെ, നടന്മാരെ വ്യക്തമായി ഡയറക്റ്റ് ചെയ്യുക, ആ ക്യാരക്ടറിനോട് യോജിച്ച് നിൽക്കണമെന്ന് നോക്കുക, അതിനോട് ഒരു നീതി പുലർത്താനുള്ളതാണ്. ഈ കഥാപാത്രം എന്ത് മലയാളം പറയുന്നത് എനിക്ക് മനസ്സിലായി, എന്ത് തേങ്ങയാണ് പറയുന്നത് അങ്ങനെ തന്നെ ചോദിക്കണം, എന്ത് തേങ്ങയാണ് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈവൻ ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ കൊടുത്താൽ പോലും ഇതിന് നന്നായിട്ട് മലയാളം പറയും. നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ജെമിനി ഒന്ന് എടുത്ത് നോക്കുക, എന്ത് വെറുതെ മലയാളം സംസാരിക്കും, അത് ഇതിനേക്കാളും വൃത്തിയായിട്ട് മലയാളം പറയും. ഫ്ലാഷ് ബാക്ക് സീനാണ് എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത്. അതായത് ഫുൾ ടൈം മറ്റേ മുല്ലപ്പൂവൊക്കെ ചൂടി മുടിയൊക്കെ സൈഡിലേക്ക് അഴിച്ചിട്ട് നടക്കുന്ന സെറ്റ് സാരിയൊക്കെ എടുത്ത് നടക്കുന്ന പെൺപിള്ളേർ, ഇതൊക്കെ ഏത് യൂണിവേഴ്സിലാണെന്ന് മനസ്സിലാവുന്നില്ല. വേറൊരു കോമഡി എന്ന് വെച്ചാൽ ഇവർ വീട്ടിൽ വാഴയിലിട്ടിട്ട് ഭക്ഷണം കഴിക്കുക. ഏത് മലയാളിയാണ് വീട്ടിൽ വാഴയിലിട്ട് ഭക്ഷണം കഴിക്കുന്നത്? ഈ ഹോട്ടലിൽ പോലും വാഴയിൽ ഊണെടുക്കാൻ തുടങ്ങി ഈ അടുത്താണ്. അതും പോട്ടെ, എവിടെ നോക്കിയാലും കഥകളി. പിന്നെ ഇതിൻ്റെ ഫ്രെയിംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊന്നും കൊണ്ട് പറയുന്നതല്ല, ബെസ്റ്റ് സിനിമാറ്റോഗ്രഫിക്ക് അവാർഡ് ഇട്ട് വർക്ക് ആയതുകൊണ്ട് പറയുകയാണ്. ആ ഫ്രെയിംസ് കാണുമ്പോൾ ശരിക്കും നമുക്ക് ഓർമ്മ വരുന്നത് മറ്റൊരു പാട്ടുണ്ടല്ലോ, ശ്യാമസുന്ദര കേര കേദാര ഭൂമി എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അതിൻ്റെ അതേ ഫ്രെയിംസ് അതേപോലെ വെച്ചിട്ട് ആ പാട്ട് ഇട്ടിട്ട് കഴിഞ്ഞാൽ അത് തന്നെ ഈ സിറ്റുവേഷൻ. പിന്നെ അത് കഴിഞ്ഞാൽ അവൾ കോളേജിൽ പോകുന്ന സീക്വൻസും പിന്നെ ഹോസ്റ്റൽ മുറിയിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഫ്രണ്ട്സിനെ കാണുന്നതും, മുസ്ലിം ആണെങ്കിൽ മലപ്പുറമാണ് അല്ലെങ്കിൽ കോഴിക്കോടായിരിക്കും നമ്മൾ തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇവൻ ആ കോളേജിൻ്റെ ആംബിയൻസ് കാണുമ്പോൾ തന്നെ ഏതോ പാകിസ്ഥാനിൽ പോയ പോലെ ഉണ്ട്. അവിടുത്തെ ഏതോ ഒരു യുദ്ധരംഗം നടക്കുന്ന സിറ്റുവേഷനിൽ ചിത്രങ്ങളൊക്കെ വരച്ച് വെക്കില്ല ഈ തീവ്രവാദികളുടെ, അതേപോലത്തെ ഒരു ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്ത് ഇത് കേരളമാണ്, ഇങ്ങനെയാണ് കേരളം എന്ന് വരച്ച് കാണിക്കുന്ന ഒരു പക്ക പ്രൊപ്പഗൻഡ സിനിമ, അതും വളരെ മോശമായിട്ടുള്ള എസ്തെറ്റിക്സ് ഉള്ള ഒരു സിനിമ. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂറി ചെയർമാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സത്യസന്ധമായിട്ടും ആധികാരികമായുള്ള കാര്യങ്ങളാണ് ഈ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതവിടെ നിൽക്കട്ടെ, എപ്പോഴും ഇതിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾ പറയുന്നൊരു കാര്യമാണ് ഈ സിനിമ ഭയങ്കര മോറൽ വാല്യൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്ത് മോറൽ വാല്യൂ? അതുപോട്ടെ, ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു മോറൽ വാല്യൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഒരു സാരാംശം കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് സിനിമ എടുക്കേണ്ടതെന്നൊക്കെ. അങ്ങനെ യാതൊരു ബാധ്യതയും സിനിമ എന്ന് പറഞ്ഞ കലാരൂപത്തിനില്ല. ഒരു സിനിമ ഒരിക്കലും ഒരു സാരാംശം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല എടുക്കുന്നത്. ഇത്രയും കോടികൾ മുടക്കി അങ്ങനെ എടുക്കേണ്ട ഒരു ആവശ്യം ആർക്കും ഇല്ല. ഇനി അങ്ങനെ ഒരു സാരാംശം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മൈക്കും ഒരു സ്പീക്കറും എടുത്ത് പുറത്ത് റോഡിൽ ഇറങ്ങി കാര്യം പറഞ്ഞാൽ മതി. അതിന് വേണ്ടിയിട്ടല്ല ഒരാൾ ഇത്രയും പൈസ കൊടുത്ത് തിയേറ്ററിൽ പോയി പടം കാണുന്നത്. ഈ സിനിമ ഇല്ലാത്ത പൈസ കൊടുത്ത് ആളുകൾ തിയേറ്ററിൽ കയറി കണ്ടു എന്നിരിക്കട്ടെ, അതവർ മറന്നു പോയി. അതിനുശേഷം ഈ സിനിമേനെ ആ വർഷത്തെ ഏറ്റവും മികച്ച ഡയറക്ഷനും സിനിമാറ്റോഗ്രഫിക്കും എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ആ വർഷം എത്രയോ കഷ്ടപ്പെട്ട് നല്ല നല്ല ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ എടുത്ത മറ്റ് ഡയറക്ടേഴ്സും മറ്റ് സിനിമാറ്റോഗ്രാഫേഴ്സും ഒക്കെ ഉണ്ട്, അവരെ ഇൻസൾട്ട് ചെയ്യുന്ന തുല്യമാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ആർട്ട് ഫോമിനെ, അതിൻ്റെ എസ്തെറ്റിക്സിനെ ഇൻസൾട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം നമ്മുടെ നാടിനെ മറ്റുള്ളവർ മുന്നിൽ നാണം കെടുത്തൊരു പരിപാടിയാണ്. പിന്നെ വേറെ കുറച്ച് ടീം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വലിയ വാർത്താ പ്രാധാന്യമുള്ള കാര്യമാണോ, ഇതൊക്കെയാണോ നമ്മുടെ നാട്ടിൽ ഡിസ്കസ് ചെയ്യേണ്ടത്, ഇതൊക്കെ അങ്ങനെ വിട്ടാൽ പോരെന്നൊക്കെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ യുവാക്കൾ പ്രത്യേകിച്ച് അവർ ഓരോ ദിവസവും തള്ളി നിൽക്കുന്ന അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ്. അപ്പോൾ അവർ മെയിനായിട്ട് നോക്കുന്നത് ഇപ്പോൾ നോർത്ത് കൊറിയയിൽ ബോംബിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സാമ്പത്തിക ബന്ധം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, ഇതൊന്നും നോക്കിയിട്ടല്ല. അവർ ചിലപ്പോൾ കാര്യങ്ങൾ അറിയേണ്ടാവും ട്രോളുകളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകളിലൂടെ ആയിരിക്കാം. അവരൊരു ദിവസം തള്ളി നീക്കി അവരുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാറ്റുന്ന ചിലപ്പോൾ ഇല്ലാത്ത പൈസ മുടക്കി ഒരു തിയേറ്ററിൽ പോയി സിനിമ ഉണ്ടായിരിക്കാം. ആ സമയത്ത് ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ കൊണ്ടുവെക്കുക, അതവരെ വിടുകയും ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ഇതുപോലുള്ള സിനിമകൾക്ക് അവാർഡ് കൊടുത്ത് ഇതുപോലുള്ള സിനിമകളെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ നോക്കാം. മറ്റൊരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ കഷ്ടപ്പെടുന്ന എത്രയോ കലാകാരന്മാരുണ്ട്, അവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, തൽക്കാലം ഇത്രേ പറയുന്നുള്ളൂ. ഇനി മറ്റൊരു സിനിമ നോക്കുകയാണെങ്കിൽ ജവാന് ഷാരൂഖ് ഖാന് മികച്ച നടനുള്ള അവാർഡ് കിട്ടി. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന് മുൻപ് അദ്ദേഹം ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു നടനും കൂടിയാണ്. സ്വദേശി പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ചക് ദേ ഇന്ത്യ പോലുള്ള സിനിമകൾ അന്നൊന്നും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. പക്ഷേ ആ സമയത്ത് ചിലപ്പോൾ അതിനേക്കാളും മികച്ച മറ്റ് സിനിമകൾ ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടാത്തത്. എന്നിരുന്നാലും ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ കരിയർ നിങ്ങൾ നോക്ക്. ഇത്രയും നല്ല സിനിമകൾ ചെയ്ത് ഇത്രയും സ്റ്റാർഡമുള്ള വലിയൊരു സ്റ്റാർ, നല്ലൊരു അഭിനേതാവും കൂടിയായിട്ടുള്ള അദ്ദേഹത്തിനെ
ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് കിട്ടുമ്പം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ആസ് എൻ ആക്ടർ അദ്ദേഹത്തിന് ഇൻസൾട്ടിങ് പോലെ തന്നെയാണ്. ഈവൻ അല്ലു അർജുൻ നിങ്ങൾക്ക് പുഷ്പയുടെ കാര്യം വെച്ച് വേണമെങ്കിൽ പറയാം, അല്ലു അർജുൻ പുഷ്പയിൽ അത് കിട്ടിയില്ലേ, അതുകൊണ്ട് ഇത് ജവാൻ ഇങ്ങനെ വേണമെങ്കിൽ കൊടുത്തുകൂടെ? അങ്ങനെ കൊടുക്കാനുള്ള ഒരു അവാർഡാണോ നാഷണൽ അവാർഡ്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താണ്? പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, മികച്ച സപ്പോർട്ടിംഗ് ആക്ടറായിട്ട് വിജയരാഘവൻ അവാർഡ് കിട്ടി, അതും പൂക്കാലത്തിന്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് അദ്ദേഹം. എന്തുകൊണ്ട് അദ്ദേഹത്തിന് സപ്പോർട്ടിംഗ് ആക്ടർ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ അവർക്ക് മനസ്സിലാവാണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു നോർമൽ ട്രഡീഷൻ ഉണ്ടല്ലോ, പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ സീരിയസ് ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ അവർ സപ്പോർട്ടിംഗ് ആക്ടറായിരിക്കും. നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് യങ് ആയിരിക്കണം, ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അതാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ എനിക്കറിയില്ല അത്രയും സെൻസ് ഇല്ലാത്തവരാണോ അവരെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നിരുന്നാലും അദ്ദേഹം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്, അത്രയും മികച്ച നടനാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഹാപ്പിയാണ്, കാരണം അദ്ദേഹത്തിന് നല്ലൊരു അവാർഡ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഉർവശിക്ക് മികച്ച സഹനടിക്കുള്ള അവാർഡ് കിട്ടിയത്. എനിക്ക് മനസ്സിലായില്ല, കാരണം പാർവതിയായിട്ട് തുല്യ പ്രാധാന്യമുള്ള വേഷമാണ് പുള്ളിക്കാരി ചെയ്തത്. ഈവൻ കേരള സ്റ്റേറ്റ് അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ് കിട്ടുകയും ചെയ്തതാണ്. അതും ഇതുപോലത്തെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിരിക്കാം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി സിനിമ പോലുള്ള മാധ്യമങ്ങളിൽ ഈ മതം കുത്തിക്കരിയന്മാർ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. നമുക്കതിലൊന്നും പറയാനില്ല, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സിനിമ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈവൻ അതിൻ്റെ ജഡ്ജ്മെൻറ്റിൽ പോലും ഇത്തരത്തിലുള്ള പൊളിറ്റിക്സ് ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തറ്റിക് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഇത് പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബേസിലൊരു ഡയലോഗ് ഓർമ്മ വരുന്നത്, ബേസിൽ പറയണ്ടല്ലോ മലയാള സിനിമ മുടിഞ്ഞു പോട്ടെ എന്ന്. പക്ഷെ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ഇന്ത്യൻ സിനിമയെ നശിപ്പിക്കല്ലേ പ്ലീസ്.